ഫെബ്രുവരി 13 റിച്ചിയിലെ വിശുദ്ധ കാതറിൻ 1522 മുതൽ 1589 വരെ കാലഘട്ടം. ഫ്ലോറൻസിൽ റിച്ചി എന്നൊരു സമ്പന്ന കുടുംബത്തിൽ കാതറിൻ ജനിച്ചു. ജ്ഞാനസ്നാന നാമം അലക്സാൻഡ്രീന എന്നായിരുന്നു. അമ്മ തൻ്റെ ശിശുപ്രായത്തിൽ മരിച്ചതിനാൽ അതീവ ഭക്തയായ അമ്മാമ്മയാണ് കുഞ്ഞിനെ വളർത്തിയത്. 14-ാമത്തെ വയസ്സിൽ അലക്സാൻഡ്രീന ഡൊമിനിക്കൻ സഭയിൽ ചേർന്ന് കാതറിൻ എന്ന നാമം സ്വീകരിച്ചു. 2 വർഷം അവൾക്ക് തീരെ സുഖമുണ്ടായിരുന്നില്ല. നൊവീഷ്യേറ്റ് ജീവിതം പരീക്ഷണങ്ങളുടേതായിരുന്നു. നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തെപ്പറ്റിയുള്ള ധ്യാനമായിരുന്നു അവളുടെ ആശ്വാസം. അത്ഭുതകരമായ രീതിയിൽ ആ രോഗം മാറി. അതോടെ അവൾ പ്രായശ്ചിത്തവും പ്രാർത്ഥനയും വർദ്ധിപ്പിച്ചു. ആഴ്ചയിൽ പല ദിവസങ്ങളിൽ ഉപവാസം അനുഷ്ഠിച്ചിരുന്നു. സഭാനിയമം അനുവദിച്ചിരുന്നിടത്തോളം സ്വശരീരത്തിൽ ചമ്മട്ടി കൊണ്ട് അടിച്ചു പോന്നു. അവളുടെ പ്രായശ്ചിത്താരൂപിയേക്കാൾ അത്ഭുതാവഹമായിരുന്നു അവളുടെ എളിമയും അനുസരണയും ശാന്തതയും. ആരെങ്കിലും സ്തുതിച്ച് സംസാരിക്കുന്നതും എന്തെങ്കിലും ബഹുമാനം പ്രകാശിപ്പിക്കുന്നതും അവൾക്ക് ദുസ്സഹമായിരുന്നു. പ്രാർത്ഥനയും പ്രായശ്ചിത്തവും ധ്യാനവും കൊണ്ടാണ് ഈ ദൃശ്യമായ ആത്മനിയന്ത്രണം അവൾ പ്രാപിച്ചത്. കാതറിൻ്റെ ജീവിതവിശുദ്ധി ഗ്രഹിച്ചിരുന്ന സഭാംഗങ്ങൾ അവളെ ചെറുപ്പത്തിൽ തന്നെ നോവിസ് മിസ്ട്രസ്സാക്കി. 30-ാമത്തെ വയസ്സിൽ ആജീവനാന്ത മഠാധിപയായി തിരഞ്ഞെടുത്തു. ഇതിനിടയ്ക്ക് രോഗികളെ ശുശ്രൂഷിക്കുന്നതും ദരിദ്രരെ സംരക്ഷിക്കുന്നതും അവൾക്ക് എത്രയും പ്രിയങ്കരമായിരുന്നു. രോഗിയിൽ ക്രിസ്തുവിനെ ദർശിച്ചുകൊണ്ട് കാതറിൻ മുട്ടിമേൽ നിന്നാണ് അവരെ ശുശ്രൂഷിച്ചിരുന്നത്. പ്രാറ്റിലെ തൻ്റെ മഠം വിടാതെ തന്നെ റോമയിൽ വസിക്കുന്ന ഫിലിപ്പിനേരിയോട് അവൾ സംസാരിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. 15-ാം ഗ്രിഗോറിയോസ് മാർപ്പാപ്പ എഴുതിയ നാമകരണ ലേഖനത്തിൽ ഇക്കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാതറിൻ്റെ പ്രധാന ധ്യാന വിഷയം കർത്താവിൻ്റെ പീഡാനുഭവമാണ്. എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ഉച്ച മുതൽ വെള്ളിയാഴ്ച 3 മണി വരെ പീഡാനുഭവത്തെപ്പറ്റി ധ്യാനിച്ച് സമാധിയിൽ ലയിക്കുമായിരുന്നു. കർത്താവിൻ്റെ തിരുമുറിവുകൾ അവളുടെ ശരീരത്ത് പതിഞ്ഞിരുന്നു. ഏകദേശം 20 വയസ്സ് പ്രായമുള്ളപ്പോൾ മുതലാണ് ഈ തിരുമുറിവുകൾ അവളുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയതെന്നാണ് പറയുന്നത്. അത് 20 വർഷക്കാലം നീണ്ടു നിന്നിരുന്നു. ശുദ്ധീകരണാത്മാക്കളോട് ഇവൾക്കുണ്ടായിരുന്ന ഭക്തിയും അനിതര സാധാരണമാണ്. നാട്ടുകാർ ആരെങ്കിലും മരിക്കുമ്പോൾ ബന്ധുക്കൾ അവളുടെ പ്രാർത്ഥന തേടിയിരുന്നു. തൻ്റെ പ്രാർത്ഥന വഴി ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട ചില ആത്മാക്കൾ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് നന്ദി പറഞ്ഞിട്ടുമുണ്ട്. അന്തിമ രോഗം അല്പം ദീർഘമായിരുന്നു. വളരെ സന്തോഷത്തോടെ രോഗത്തിൻ്റെ വേദനകൾ സഹിച്ച് 1589 ഫെബ്രുവരി 2-ാം തീയതി കർത്താവിൻ്റെ കാഴ്ചവെപ്പ് തിരുനാൾ ദിവസം കാതറിൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. 1746 14-ാം ബെനഡിക്റ്റ് മാർപ്പാപ്പ കാതറിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി.